CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് വിമർശനം. തൃശൂരിൽ നടന്ന ജാഥയിൽ മൈക്ക് ഓപ്പറേറ്ററോട് തട്ടിക്കയറിയതാണ് പ്രതിനിധികൾ വിമർശിച്ചത്. പാർട്ടിയിലെ മേൽത്തട്ടിലെയും താഴെത്തട്ടിലെയും ജനപ്രതിനിധികൾക്ക് ഇരട്ട നീതിയെന്ന് വിമർശനമുയർന്നു. MLA-മാരായ MV ഗോവിന്ദനും വി ജോയ്ക്കും സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമാകാം. എന്നാൽ പഞ്ചായത്ത് അംഗമായ വ്യക്തിക്ക് ലോക്കൽ സെക്രട്ടറിയാകാൻ സാധിക്കില്ല എന്നത് എന്ത് നീതിയെന്ന് പ്രതിനിധികൾ ചോദിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ നടത്തിയ മരപ്പട്ടി പരാമർശത്തിനെതിരെയും സമ്മേളനത്തിൽ വിമർശനമുണ്ടായി. ലിജോ റോളൻസ് ചേരുന്നു. ലിജോ, ഇന്നലെ വൈകിട്ട് വരെ ജില്ലാ കമ്മിറ്റിയെ അതിരൂക്ഷമായാണ് പാർട്ടി നേതൃത്വം വിമർശിച്ചിരുന്നത്. പക്ഷേ പാർട്ടി നേതൃത്വത്തെ വരെ വിമർശിക്കുന്നതിലേക്ക് ജില്ലാ കമ്മിറ്റി പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് കൊല്ലത്ത് സംഭവിക്കുന്നത്? ധന്യ, ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം നടന്ന പ്രതിനിധി സമ്മേളനത്തിലെ ചർച്ചയിലായിരുന്നു വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നത്. അതിൽ തന്നെ ഏറ്റവും അധികം വിമർശനമേറ്റത് ഇന്നലെ നമ്മൾ വാർത്ത നൽകിയിരുന്നത് പോലെ തന്നെ EP ജയരാജനായിരുന്നു. അതിനുശേഷം സംസ്ഥാന സെക്രട്ടറിക്ക് പോലും വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ തൊഴിലാളി വർഗ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ ഇത്തരത്തിലല്ല തൊഴിലാളികളോട് പെരുമാറേണ്ടതെന്നൊരു കാര്യമാണ് പറഞ്ഞത്. തൃശ്ശൂരിൽ ഈ ജാഥ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൈക്ക് ഓപ്പറേറ്ററോട് തട്ടിക്കേറിയ രീതി എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതല്ല. അത്തരത്തിലല്ല തൊഴിലാളികളോട് പെരുമാറേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരു മാതൃകാപരമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് പ്രവർത്തകർ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പാർട്ടിക്കുള്ളിൽ തന്നെ മേൽത്തട്ടിലും താഴ്ത്തട്ടിലുമുള്ള ജനപ്രതിനിധികൾക്ക് രണ്ട് നീതിയോ എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നു. MLA ആയ MV ഗോവിന്ദന് CPM സംസ്ഥാന സെക്രട്ടറി ആകുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതോടൊപ്പം MLA ആയ വി ജോയ്ക്ക് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആകുന്നതിനും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ പഞ്ചായത്ത് അംഗമായ ഒരു വ്യക്തിക്ക് ലോക്കൽ സെക്രട്ടറി ആകാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഇതെന്ത് നീതി എന്നുള്ളൊരു ചോദ്യമാണ് CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധികൾ ചോദിച്ചിരിക്കുന്നത്. കാരണം പ്രധാന ചുമതലകൾ വഹിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ഈ രണ്ട് സ്ഥാനങ്ങൾ വഹിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഒരു ജനപ്രതിനിധി ആകുന്ന വ്യക്തിക്ക് ലോക്കൽ സെക്രട്ടറി ആയിക്കൂടാ എന്നുള്ള ഒരു ചോദ്യമാണ് പ്രവർത്തകർ ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ AK ബാലനുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഈ CPM വോട്ട് ചെയ്യണം, CPM ചിഹ്നത്തിന് വോട്ട് ചെയ്യണം, ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മറ്റ് ചിഹ്നങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ടി വരുമെന്നുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് അത് അനവസരത്തിലുള്ളതായി പോയി. അത് പ്രവർത്തകർക്കിടയിലും മൊത്ത പൊതുസമൂഹത്തിലും അത് പരിഹാസ്യമാകുന്ന രീതിയിലായി പോകുന്ന ഒരു കാര്യമായിരുന്നു എന്നുള്ളതാണ് പ്രതിനിധികൾ വിമർശനമായി ഉന്നയിച്ചത്. 7 ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികളായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നത്. ഇന്ന് 10 ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞത്, CPMന്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി അന്തരിച്ചു കഴിഞ്ഞപ്പോൾ പകരം ജനറൽ സെക്രട്ടറിയെ കണ്ടെത്താൻ കഴിയാത്തതിലും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ പാർട്ടിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഇത്തരത്തിൽ പോകാതെ സംഘടനാപരമായുള്ള കാര്യങ്ങളിലും കൃത്യമായ ഇടപെടൽ നടത്തി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കാര്യമാണ് ഉന്നയിച്ചത്. ഇന്നത്തെ ദിവസവും വിമർശനം തുടരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ധന്യ.